നമ്മുടെ നാടുകളിൽ സാധാരണ ഒരു സ്ത്രീ ത്വലാഖ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ പുരുഷൻ ത്വലാഖ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ധാരണ അതിൽ ആരുടെ ഭാഗത്താ കുഴപ്പം? പെണ്ണിന്റെ ഭാഗത്താണോ ചെക്കന്റെ ഭാഗത്താണോ കുഴപ്പം? ഈ ത്വലാഖ് ചെയ്യാൻ കുഴപ്പമുണ്ടാവണമെന്നൊരു അടിസ്ഥാനമൊന്നുമില്ല. ചിലപ്പോ രണ്ടാളുകൾ വിവാഹം കഴിച്ചു, അവർക്ക് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. എന്നാൽ മാനസികമായിട്ടും ചിന്തകൾ കൊണ്ടും അവരും രണ്ട് ചിന്താഗതിക്കാരാണെങ്കിൽ അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ അവർക്ക് വിവാഹമോചനം ചെയ്യാം. അതുകൊണ്ട് ത്വലാഖായ അവരെന്തോ കുറ്റം ചെയ്തോ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് എന്നുള്ള ചിന്ത അത് നമ്മുടെ നാടിന്റെ കുഴപ്പമാണ്. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സഹോദരങ്ങളെ, മിൻ അഖ്താഇൽ അസ്വാജ്, ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ എന്ന റിസാലയുടെ ഇനി എടുക്കാനുള്ളത് 24-ാമത്തെ കാര്യമാണ്. നമ്മൾ 23 പറഞ്ഞു, ഇനി 24-ാമത്തെ. 24-ാമത്തേത് ദർബു സൗജതി ബിലാ മുസവ്വിഖ്, ഭാര്യയെ അടിക്കൽ അന്യായമായിട്ട് അഥവാ അനുവദനീയമല്ലാത്ത രീതിയിൽ ഭാര്യയെ അടിക്കുക എന്നുള്ളത്. ഭർത്താക്കന്മാരിൽ ചിലർ കടുത്ത ഹൃദയമുള്ള കാരുണ്യമില്ലാത്ത ആളുകൾ ഭാര്യമാരെ അടിക്കുന്നവരുണ്ട്. അതായത് ഒരു മൃഗത്തെ അടിക്കുന്നതിന് തുല്യമായ രീതിയിൽ അടിക്കുന്ന ആളുകൾ. അവർ വിചാരിക്കുന്നത് അത് പുരുഷത്വമാണെന്നും പുരുഷന്റെ അവകാശമാണെന്നും എന്നുള്ള നിലയ്ക്കൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇക്കൂട്ടർ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇക്കൂട്ടർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, വിവാഹം അന്വേഷിക്കുന്ന സമയത്തെല്ലാം ഭാര്യയുടെ കുടുംബവുമായിട്ട് അതുപോലുള്ള ആളുകളുമായിട്ടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുകയും നല്ല സ്വഭാവമാവുകയൊക്കെ ആയിരിക്കും. എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം നേരെ അതിനെതിരായിട്ട് പല രീതിയിൽ ഉപദ്രവിക്കുന്ന ആ രീതിയിൽ പല ഉപദ്രവങ്ങൾ, ചില സമയത്ത് ഭാര്യയോടൊപ്പം മക്കളെയും അടിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മോശമായ വാക്കുകൾ, തെറി പോലെയുള്ള വിളികൾ, അതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ചില ഭർത്താക്കന്മാരെ കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ അവർ അവരുടെ അർഹതപ്പെട്ട ആളുകളെ, പിതാവിനെയോ അല്ലെങ്കിൽ വലിയായിട്ടുള്ള ആളുകളെ അത് അറിയിക്കേണ്ടതാണ്. അത് സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ആദരിച്ച വിഭാഗമാണ് മനുഷ്യർ എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്രി വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. ബാക്കിയുള്ള സൃഷ്ടികളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ആദരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ അഥവാ ഭാര്യയെ അടിക്കുന്ന ഭർത്താക്കന്മാർ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഏൽപ്പിച്ച ഒരു വലിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അവനവിടെ പാഴാക്കി കളയുന്നത്. ചിലപ്പോ നാം ഓരോരുത്തരും ഭർത്താക്കന്മാർക്ക് അതിയായ ദേഷ്യം വന്നിട്ടായിരിക്കാം, ദേഷ്യം പിടിച്ചു വെക്കാൻ പറ്റാതെ അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ചില ആളുകൾ സ്ഥിരമായി ഭാര്യയെ അടിക്കുന്ന, ഉപദ്രവിക്കുന്ന ആളുകൾ. എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാം, ഇന്നി ഉഹദ്ദിജു അലൈക്കും ഹഖ്ഖ ദഈഫൈൻ അൽ യതീം വൽ മർഅ. രണ്ടാളുകളുടെ ഹക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, രണ്ട് ദുർബലരുടെ, യതീമിന്റെയും അതുപോലെ സ്ത്രീയുടെയും എന്നുള്ളത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്ലിദു അഹദുക്കും റഅതഹു ജൽദൽ അബ്ദി സുമ്മ യുളാജിഉഹാ. ഒരു അടിമയെ അടിക്കുന്നത് പോലെ, അതായത് തന്നേക്കാൾ താഴെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ അടിക്കുന്നത് പോലെ ഭാര്യയെ അടിക്കാതിരിക്കട്ടെ. അവൻ രാത്രി അവളോടൊപ്പമാണ് ശയിക്കാൻ പോകുന്നത്, അവളോടൊപ്പമാണ് അവൻ ശയിക്കാൻ പോകുന്നത്. എന്ത് മോശമാണ് ഭാര്യയെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുക, എന്നിട്ട് അവളോടൊപ്പം തന്നെ ശയിക്കുകയും ചെയ്യുക എന്നുള്ളത്.
വളരെയധികം ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭാര്യമാരെ അടിക്കുക എന്നുള്ളത് ഗൗരവത്തിൽ മനസ്സിലാക്കണം ഭർത്താക്കന്മാർ. നമുക്ക് പല ദേഷ്യങ്ങളും ഉണ്ടാവും. ചിലപ്പോ നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുറത്ത് വേറെ എന്തെങ്കിലും ദേഷ്യം, ഇതൊക്കെ ചില ആളുകൾ വന്ന് തീർക്കുക ഭാര്യയുടെ മേലെ ഇരിക്കും. ആ ദേഷ്യം വന്ന് തീർക്കുന്നത് ഭാര്യ പിന്നെ ചെറിയ എന്തെങ്കിലും കാര്യം മതി, പ്രത്യേകിച്ച് ഒരു വലിയ കാരണം ഒന്നുമില്ലാതെ ചെറിയ കാര്യത്തിന് മേലെ തന്നെ ഭാര്യയെ അടിക്കുന്ന ആളുകൾ വളരെയധികം വലിയ ദുൽമാണ് അവരെ ചെയ്യുന്നത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങളിൽ പെട്ട ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യയെ അടിക്കുക എന്നുള്ളത് ഒരു തരത്തിലും ഇല്ല എന്നുള്ളത് അല്ല. ഭാര്യയെ അടിക്കാൻ അനുവദിക്കപ്പെട്ട ഒരു മേഖല ഉണ്ട്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചില ആളുകൾ ഭാര്യയെ അടിക്കാൻ ഇസ്ലാമിലെ അനുവാദം ഉണ്ടല്ലോ, പിന്നെ ആയത്തിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ, അപ്പൊ പിന്നെ ഞാനല്ല അടിച്ച് നേരാക്കേണ്ടത് എന്നുള്ള നിലക്ക് അത് ചെയ്യാറുള്ളത്. എന്നാൽ അതിന്റെ ശരിയായ ഒരു ഫഹ്മ്, ഏതുദ്ദേശത്തിൽ എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് ആളുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഹ് വളുരിബൂഹുന്ന. നിങ്ങൾ ഭാര്യമാരുടെ എന്നുള്ള ഉപദ്രവങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അനുസരണക്കേട് അതുപോലെ ഭയപ്പെടുന്നെങ്കിൽ അവരെ നിങ്ങൾ ഉപദേശിക്കുക. അതിനുശേഷം അവർ മാറുന്നില്ലെങ്കിൽ അവരെ നിങ്ങൾ കിടപ്പറയിൽ നിന്ന് അകറ്റുക. അതിനുശേഷവുമില്ലെങ്കിൽ നിങ്ങൾ അടിച്ചുകൊള്ളുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞു, വലക്കും അലൈഹിന്ന അല്ലാ യൂതിന ഫുറുശകും അഹദൻ തക്റഹൂനഹു ഫഇൻ ഫഅൽന ദാലിക ഫളിബൂഹുന്ന ദർബൻ ഗൈറ മുബദ്ദിഹിൻ. നിങ്ങൾ പിന്നെ വെറുക്കുന്ന കാര്യങ്ങൾ ഭാര്യയിൽ നിന്നുണ്ടായാൽ അവളിൽ നിന്ന് കിടപ്പറയിൽ നിന്ന് അകറ്റിത്തുക, അവളെ കിടപ്പറയിൽ നിന്ന് അകറ്റുക. എന്നിട്ടും അവൾ അത് വീണ്ടും ആ കാര്യാനുസരണക്കേട് അതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഫളിബൂഹുന്ന ദർബൻ ഗൈറ മുബദ്ദിഹ്, അവൾക്ക് വേദന എന്ന ഒരു ദോഷമുണ്ടാക്കാത്ത, ഉപദ്രവമുണ്ടാക്കാത്ത, ഒരു വലിയ രീതിയിൽ അല്ലാത്ത രീതിയിൽ നിങ്ങൾ അടിച്ചുകൊള്ളുക എന്നുള്ളത്. അതായത് ഇത് ഒരുപാട് ഘട്ടങ്ങൾക്ക് ശേഷമാണ്. ചില ഭാര്യമാർക്ക് അവര് അനുസരണക്കേട് കാണിക്കുന്നുണ്ടാവും, അവര് ചില മ്ലേച്ഛകൾ, തെമ്മാടിത്തരങ്ങൾ, കളവ് പറയുന്നവരുണ്ടാകും, പലവിധ തിന്മകളും ഒക്കെ അബദ്ധങ്ങളൊക്കെ കാണാൻ സാധിക്കും. ആ ഭാര്യമാരെ അടിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. കാരണം ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്, ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. പക്ഷേ ആ അടി എന്നുള്ളത് ഉപദേശത്തിന് ശേഷവും കിടപ്പറയിൽ നിന്ന് അകറ്റിയതിനു ശേഷവും എല്ലാം നടക്കുന്നില്ല എങ്കിൽ അവസാനത്തെ ഒരു കാര്യമാണ്. എന്നാൽ ആ അടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വലിയ രീതിയിൽ ഉപദ്രവമേൽപ്പിക്കുന്ന രീതിയിൽ ആവരുത് അടി എന്നുള്ളത്. ഉലമാക്കൾ, ഫുഖഹാക്കൾ ആ അടിയെക്കുറിച്ച് പറഞ്ഞത് ഒരു മിസ്വാക്ക് കൊണ്ട് അടിക്കുന്നത് പോലെ, അതായത് ഒരു പല മിസ്വാക്ക് ഉണ്ടല്ലോ, അത്രയും കാര്യം പറഞ്ഞ അതുപോലെ അവരുടെ മുഖത്തോ അല്ലെങ്കിൽ എല്ല് പൊട്ടുന്ന രീതിയിലോ അവരുടെ പിന്നെ അപകടം സിദ്ധിക്കുന്ന അവയവങ്ങളിൽ, വയറ്റിലോ അതുപോലെയുള്ള സ്ഥലത്തൊന്നും അടിക്കാൻ പാടില്ല എന്നുള്ള നിലക്കും. എന്നിരുന്നാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല ഭാര്യയെ അടിക്കുക എന്നുള്ളത്. പല ഭർത്താക്കന്മാർക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, തങ്ങൾക്ക് വിവാഹം ചെയ്ത് കിട്ടുമ്പോൾ അവർ തങ്ങളുടെ അടിമകളാണെന്നാണ് ധാരണ. തങ്ങൾ പറയുന്നത് പോലെ തന്നെ അങ്ങോട്ട് തിരിയണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിയണം, അല്ലെങ്കിൽ പറഞ്ഞത് അതുപോലെ കേൾക്കുന്ന തനിക്കൊരു അടിമയെ കിട്ടിയെന്നുള്ള രീതിയിലാണ് പലരും വിവാഹത്തെ കാണുന്നത്. അങ്ങനെയല്ല, നാം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അവരുടേതായ ഒരു സൃഷ്ടിയാണ്, അവരുടേതായ ചിന്തകളും വികാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടിയാണ്. അത് ഭർത്താക്കന്മാർ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അടിക്കുക എന്നുള്ളത്, അവൾ നിങ്ങളുടെ ഭാര്യയാകുന്നതിന് മുമ്പ് ഒരു ഉപ്പാന്റെ ഉമ്മാന്റെ മകളാണ്, ഒരാളുടെ സഹോദരിയാണ്, അവൾ ഒരു സ്ത്രീയാണ്. ആ ബഹുമാനം കൊടുക്കുകയും ഇത് ശ്രദ്ധിക്കുകയും വേണം. അതുകൊണ്ട് ആ അടിക്കുക എന്ന് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് അത് വലിയൊരു ഹിക്മത്താണ്. അത് അവർക്ക് മനസ്സിലാവാൻ, അതിന് ഗൗരവം മനസ്സിലാവാൻ, വേദനിപ്പിക്കാത്ത, അധികം ഗൈർ മുബരിഹിൻ, അവർക്കൊരു വലിയ ദോഷമില്ലാത്ത ആ രീതിയിൽ ചെറിയ ഒരു അടിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മനുഷ്യന്റെ പൊതുവെയുള്ള ഒരു നയം, തന്നേക്കാൾ ദുർബലരായ ആളുകളോട് അവരെ മേലെ അധികാരം കാണിക്കും. തനിക്കിപ്പോ ഒരാൾ ഒരു ഹോട്ടലിൽ കയറി, അപ്പോ ഒരു വെയിറ്ററോട് അയാൾക്ക് എന്തും ചൂടാവാം, അല്ലെങ്കിൽ പണ്ടൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ചില കസ്റ്റമർ കെയറിനൊക്കെ വിളിച്ചാൽ അയാൾക്ക് എന്തും പറയാം. കാരണം തിരിച്ചു പറയാൻ അവര് പറയില്ല എന്നുള്ള ഉറപ്പിന്റെ മേലെ. അതുപോലെയാണ് ഈ ഭാര്യയുടെ മേലെ ചില ആളുകൾ ഉപദ്രവിക്കാനൊക്കെ ചെല്ലുന്നത്. പക്ഷേ വിവാഹബന്ധവും ഭാര്യയ്ക്കുള്ള ബഹുമാനവും നാം മനസ്സിലാക്കണം. ഈ 25-ാമത്തേത് ഫസാദുൽ മഖ്സദി മിനത്ത് തഅദ്ദുദ്, ബഹുഭാര്യത്വം, ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിലുള്ള
ഫസാദായ തെറ്റായ ലക്ഷ്യം എന്നുള്ളത്. വിവാഹം കഴിക്കുന്നത്, അതായത് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിനുള്ള തെറ്റായ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് വിവാഹം കഴിക്കുന്നത്. നമുക്കറിയാം ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള, അതായത് അള്ളാഹു തആല സൃഷ്ടിച്ച മനുഷ്യർക്ക് അള്ളാഹു തആല വിധിച്ച ശറഇൽ അനുവദനീയമാക്കിയിട്ടുള്ള കാര്യമാണ് ബഹുഭാര്യത്വം എന്നുള്ളത്. അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാൻ ഭർത്താവിനുള്ള അവകാശം. അതിലൊരുപാട് ഗുണങ്ങളും ഒരുപാട് നന്മകളും ഒരുപാട് ഹിക്മത്തുകളും അതിന് പിന്നിലുണ്ട് എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ചില ആളുകൾ വേറൊരു രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ, ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ കഴിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം പിഴച്ചതാവുണ്ട്. അവരുടെ നിയ്യത്ത് ഒന്നെങ്കിൽ അവർക്ക് അറിയില്ല അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വിവാഹം കഴിക്കേണ്ടത്, ഒന്നിൽ കൂടുതൽ വിവാഹം ഞാൻ എന്തിന് കഴിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങളെ കുറിച്ചുള്ള ചിന്ത, അറിവില്ലായ്മ, എടുത്തുചാട്ടം. അത് അനുവദിക്കപ്പെട്ടൊരു കാര്യം അങ്ങോട്ട് എടുത്തു ചാടിയിട്ട് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുക എന്നുള്ളത്. ചില ആളുകൾ വിവാഹം കഴിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനം കൊള്ളാനാണ്. എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഒന്നിൽ കൂടുതൽ ഭാര്യമാരെന്നല്ല അഭിമാനം കൊള്ളാനും പൊങ്ങച്ചം കൊള്ളാനും. മറ്റു ചിലർ കഴിക്കാറുള്ളത് കൂട്ടുകാരുടെ കളിയാക്കലിന്റെ ഫലമായിട്ട്. അതായത് ചില ആൾക്കാർ പറയും അനക്ക് പേടിയാണ് ഭാര്യനെ, അതുകൊണ്ട് വേറെ വിവാഹം കഴിക്കാത്ത, ആ രീതിയിലൊക്കെ സംസാരം വന്നിട്ട് അവരോട് എതിരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്ന അവസ്ഥ. അങ്ങനെ പല രീതിയിൽ തെറ്റായ നിയ്യത്തുകളുടെ മേലെ വിവാഹം കഴിക്കുന്നത് ബഹുഭാര്യത്വം നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. പല ആളുകൾക്കും അറിയില്ല ബഹുഭാര്യത്വം എന്നുള്ളത് എടുത്തു ചാടി ചെയ്യേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു നിയ്യത്തുകളുടെ മേലെ ചെയ്യേണ്ട കാര്യമല്ല. വളരെ ആലോചിച്ച് അതിന്റെ വരും വരായികൾ മനസ്സിലാക്കി അതിനെന്തൊക്കെ വേണമെന്ന്, അതായത് വിവാഹം കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സക്കീനത്താണ്. ഒരു പുരുഷൻ അവന്റെ മനസ്സിന്റെ അസ്വസ്ഥത, അതായത് വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥത ശാരീരികമായിട്ടും മാനസികമായിട്ടും സമാധാനം അടയണം. അവന് സമാധാനപരമായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റണം. അതാണ് വിവാഹത്തിന്റെ പ്രധാന ലക്ഷ്യം, അതായത് ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്ന്. എന്നാൽ ബഹുഭാര്യത്വത്തിലൂടെ അധികം ആളുകൾക്കും അത് നഷ്ടപ്പെടുകയാണ്. അവർക്ക് മനസ്സമാധാനത്തോടെ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന ആ അവസ്ഥ അവിടെ ഇല്ലാതെയാവുകയാണ്. അപ്പൊ നമ്മൾ ഈ ബഹുഭാര്യത്വം പുരുഷന്മാർ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നല്ല ചിന്തയും നല്ലൊരു നിയ്യത്തോടു കൂടിയുമായിരിക്കണം അതിലേക്ക് ഇറങ്ങേണ്ടത്. എന്തൊക്കെയാണ് ബഹുഭാര്യത്വത്തിന് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന നിയ്യത്തുകൾ? ഷെയ്ഖ് 2-3 പറയുന്നുണ്ട്. ഒന്നാമത്തേത് സുലൂഖു സൗജത്തി സയ്യ, ഭാര്യയുടെ മോശപ്പെട്ട സ്വഭാവം അല്ലെങ്കിൽ രീതികൾ, പെരുമാറ്റങ്ങൾ എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ഒരു ഭാര്യ, നമ്മൾ വിവാഹം കഴിച്ചിട്ടുള്ള ആദ്യ ഭാര്യ, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റങ്ങൾ വളരെയധികം മോശവും നമുക്ക് ഒരു സമാധാനവും ലഭിക്കാത്ത, ഒരു സന്തോഷവും ലഭിക്കാത്ത അങ്ങനെയുള്ള സ്വഭാവമുള്ള സ്ത്രീകളുണ്ടാവും. അപ്പൊ ആ നിലക്ക് ആ സ്ത്രീയെ ഒഴിവാക്കാതെ, ആ സ്ത്രീയുടെ മോശം സ്വഭാവം കാരണം ആ സ്ത്രീയെ തൊലാക്ക് ചെയ്യാതെ തന്നെ നമുക്ക് വേറൊരു വിവാഹം കഴിക്കുക എന്നുള്ളത് അത് ആവശ്യമായൊരു നിയത്താണ്. രണ്ടാമത്തേത് അർറഗ്ബത്തു ഫി ദുർരിയ, കൂടുതൽ മക്കൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം പറയുമായിരുന്നു, ഞാൻ ബഹുഭാര്യത്വം അഥവാ തഅദ്ദുദ്, ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നത് എനിക്ക് ധാരാളം സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അസറുകളായിട്ട് നമുക്ക് ധാരാളം സന്താനങ്ങൾ, മുസ്ലിം ഉമ്മത്ത് വർദ്ധിക്കുക, അതുപോലെയുള്ള തൗഹീദുള്ള മക്കൾ ഉണ്ടാവുക, അതുപോലെ നല്ല തർബിയത്ത് കൊടുത്ത് വളർത്താൻ പറ്റുമെന്നുള്ള നിലക്ക് നല്ല രീതിയിൽ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അത് നല്ലൊരു നിയത്താണ്. കുട്ടികൾ ധാരാളം ഉണ്ടാവാൻ വേണ്ടി. ചില ഭാര്യമാർക്ക് പ്രസവിക്കാൻ കഴിവ് അധികം ഉണ്ടാവൂല. അപ്പൊ ഇന്നത്തെ കാലത്ത് സിസേറിയൻ പോലെയുള്ള ഇത്ര എണ്ണത്തിൽ കൂടുതൽ പ്രസവിക്കാൻ പറ്റൂല. അതിൽ ചില ആളുകൾക്ക് കഴിവുണ്ടാവൂല. പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ വളരുന്ന സ്ത്രീകൾക്ക്, അതായത് വംശപരമായിട്ട് ആര്യവംശം അതുപോലെയുള്ള ഓരോ വംശങ്ങൾ, അതേസമയം മറ്റു പല നാടുകളിലുള്ളവർക്കും ഒരുപാട് പ്രസവിക്കാനുള്ള കഴിവുണ്ടാകും. അറബ് നാടുകൾ, ആഫ്രിക്ക പോലുള്ള നാടുകളിലൊക്കെ 10-40 പ്രസവിക്കും ഓരോ സ്ത്രീകൾ. കാരണം അവരുടെ ശരീരത്തിന്റെ ഘടനയും ഒരുപാട് അതിന് വേറെ വിഷയങ്ങളുണ്ട്. അപ്പോ അധികം പ്രസവിക്കാൻ പറ്റൂല. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കൽ നല്ലൊരു നിയത്താണ്, അള്ളാഹുവിന് പ്രതിഫലം ലഭിക്കുന്ന. അടുത്തത് അൽ ഹിർസു അൽ അഫാഫ്, ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കാൻ. ചില പുരുഷന്മാർക്ക് ഒരു സ്ത്രീ മതിയാവില്ല. അവരുടെ ഫിത്രത്ത് കൊണ്ട് തന്നെ ചില ആളുകൾക്ക് പല രീതിയിൽ അവരുടെ ചാരിത്രം സംരക്ഷിക്കുക എന്നുള്ള വിവാഹത്തിന്റെ ലക്ഷ്യമാണ്. അപ്പോ അതിന് ഒരു സ്ത്രീ മതിയാവാതെ വരുമ്പോൾ അവർക്ക് വേറെ വഴിയില്ല, അവർ ബഹുഭാര്യത്വം തെരഞ്ഞെടുക്കേണ്ടി വരും. അത് അതിനുള്ളൊരു കാരണമാണ്. അടുത്തത് ഇൽത്തിമാസുൽ അജ്ർ, പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട്. അതായത് ഒരുപാട് വിധവകൾ നമ്മുടെ നാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഭർത്താവ് മരിക്കുകയും മക്കൾ ഉണ്ടാവുകയും നോക്കാൻ ആരുമില്ലാത്ത രീതിയിൽ ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവരെ സംരക്ഷിക്കാനും അവരുടെ ചാരിത്രം സംരക്ഷിക്കാൻ, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ ഈ നിലക്ക് അള്ളാഹു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്
വിവാഹം കഴിക്കാവുന്നതാണ്. ഖുദ്റത്തുൽ മാൽ, സാമ്പത്തിക ശേഷിയുള്ളവർക്ക് അഫ്ളൽ തഅദ്ദുദാണ്, ബഹുഭാര്യത്വമാണ്. ഉലമാക്കൾ പറയാറുണ്ട്, ഒരാൾക്ക് സാമ്പത്തികമായിട്ട് ശേഷിയുണ്ട് എങ്കിൽ അവന്റെ മേൽ അഫ്ളലായിട്ടുള്ളത് ബഹുഭാര്യത്വമാണ്. അവൻ ഒരു ഭാര്യ തന്നെ വിവാഹം കഴിച്ചിട്ട് അവന്റെ സമ്പത്തും അള്ളാഹു നൽകിയ സമ്പത്ത് ഈ ഭാര്യയുടെ മേലെ മാത്രം ചെലവഴിക്കേണ്ട ആവശ്യമല്ല, ആ മക്കളുടെ മേലെ മാത്രം. അവന് വേറെയും വിവാഹം കഴിച്ച് വേറെയും സ്ത്രീകളെ സംരക്ഷിക്കാനും വേറെയും മക്കൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ കാര്യങ്ങൾ നൽകാനും സംരക്ഷിക്കാനും സാധിക്കുമെങ്കിൽ അവൻ ബഹുഭാര്യത്വം തെരഞ്ഞെടുക്കാനാണ് അഫ്ളലുള്ളത്. നമ്മുടെ നാടിന്റെ സാഹചര്യത്തിൽ ഖുദ്റത്തുൽ മാലിനൊപ്പം സാമ്പത്തിക ശേഷിയോടൊപ്പം ഒരു മാനസിക ശേഷി കൂടി ഉണ്ടാവുന്നത് നന്നായിരിക്കും. അതിന്റെ വരുംപരായികൾ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള അവസ്ഥകൾ. അടുത്തത് മർളുസ് സൗജത്ത്, ഭാര്യയുടെ രോഗം. ചില ഭാര്യമാർക്ക് നമുക്കറിയാം, ഈ പാരലൈസിസ് പോലെ തളർവാദം പോലെ ചില രോഗങ്ങളൊക്കെ പിടിപെട്ടിട്ട് ഉള്ള ഭാര്യമാരുണ്ടാവും. സ്വാഭാവികമായിട്ടും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ലൈംഗിക വികാരം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവും. ഭാര്യയ്ക്ക് അസുഖങ്ങളായിട്ട് പല രീതിയിലുള്ള അസുഖങ്ങൾ. അതുകൊണ്ട് ആ അവസ്ഥയിൽ ആ ഭാര്യയെ ഒഴിവാക്കാതെ ആ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഭർത്താവിന് എന്തായാലും ജീവിതത്തിൽ ആവശ്യമാണ് ഒരു ഭാര്യ എന്നുള്ളത്. വേറെ വിവാഹം കഴിക്കൽ അതിനുള്ള നല്ലൊരു നിയത്താണ്. അടുത്തത് ശുഊറു റജുലി ബികറാഹിയത്തി ലിസൗജതി, ഭാര്യയോടുണ്ടാകുന്ന വെറുപ്പ്, അതായത് ഭാര്യയോട് മാനസികമായിട്ടുണ്ടാവുന്ന ഒരു അകൽച്ച. നമ്മൾ പറഞ്ഞില്ലേ, വിവാഹബന്ധത്തിൽ ലഭിക്കേണ്ട ആ ഒരു സമാധാനവും സന്തോഷവും ഒന്നും ലഭിക്കാത്ത അവസ്ഥ വരുമ്പോൾ ആ ഭാര്യയെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കാതെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറെ വിവാഹം കഴിക്കുക എന്നുള്ളത്, ഇതൊക്കെ ബഹുഭാര്യത്തിന്റെ നിയ്യത്തുകളായിട്ട് ഒരു പുരുഷനാവുന്ന അഥവാ ബഹുഭാര്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നുമല്ലാതെ ഒരു ചിന്തയുമില്ലാത്ത എന്തോ ഒരു ആവേശത്തിന്റെ പോലെ ആളുകൾ പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിൽ പെരുമ നടിക്കാൻ അങ്ങനെയൊക്കെ രീതിയിൽ ബഹുഭാര്യത്വത്തിലേക്ക് എടുത്തു ചാടുന്ന ആളുകൾ അവർ സൂക്ഷിക്കുക. കാരണം അവർക്ക് ജീവിതത്തിൽ അവർ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ സാധിക്കില്ല. ഇൻഷാ അല്ലാഹ് ഭാര്യമാർക്ക് ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട് ഭാര്യമാർ എടുക്കേണ്ട നിലപാട് നമ്മൾ വരും വഴി സൗജാത്തിൽ ഭാര്യമാരുടെ അബദ്ധങ്ങളിൽ നമ്മൾ പറയും. 26-ാമത്തെ തർക്കുൽ അദ്ലി ബൈന സൗജാത്ത്, ബഹുഭാര്യത്വം ചെയ്ത ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഭാര്യമാർക്കിടയിൽ അദ്ൽ, നീതി കാണിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത്. നീതി കാണിക്കാൻ, അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാർക്ക് ഉള്ളതിന്റെ ഇടയിൽ നീതി കാണിക്കാൻ പറ്റാതിരിക്കുക. ഇനി ഇദ്ദേഹം പറയുന്നത്, ഒന്നിൽ കൂടുതൽ ഭാര്യ വിവാഹം കഴിച്ചു, അവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർ വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അവർ ഈ വിവാഹം കഴിച്ച ഭാര്യമാരുടെ ഇടയിൽ തുല്യമായ നീതി പുലർത്താൻ ശ്രദ്ധിക്കണം. അതിൽ പറ്റുന്ന അബദ്ധങ്ങൾ ചിലത് എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യമാരിൽ ഒരാളെ ഒഴിവാക്കുക എന്നുള്ളത്. അതായത് ഭാര്യമാരിൽ ഒരാളെ അകറ്റി നിർത്തുക, അവരുടെ ചെറിയ വിഷയങ്ങൾക്ക് പോലും അകറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടാവുക. രണ്ടാമത്തേത് അൽമൈലു ഫീ ഹിബതി വ ഹുനുവി, അതായത് സമ്മാനങ്ങൾ നൽകുന്നതിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെലവഴിക്കുന്നതിൽ ചില ഭാര്യമാരിലേക്ക് മാത്രം ചായ്വുണ്ടാവുക. അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയ്ക്ക് കൂടുതൽ സമ്മാനങ്ങളും കൂടുതൽ ചെലവുകളും അതുപോലെയുള്ളത് ബാക്കിയുള്ളവർക്ക് നൽകാതിരിക്കുന്ന അവസ്ഥ. അടുത്തത് തർക്കുൽ അദ്ലി ഫിൽ മബീത്, താമസിക്കുന്നതിൽ, അതായത് ബഹുഭാര്യത്വം ഒക്കെ ചെയ്തിട്ടുള്ള ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ ഭാര്യമാർക്ക് തുല്യമായി രാത്രികൾ വീതിച്ചു കൊടുക്കേണ്ടതുണ്ട് അവരുടെ ജീവിതത്തിൽ. അത് അവരുടെ അവകാശമാണ്. അതിൽ എന്ത് കാണിക്കുക, ഒരു അതിൽ കാണിക്കാത്ത ചില ആളുകൾ ചില ഭാര്യമാരോടുകൂടെ ഒരുപാട് കാലം, ചില ഭാര്യമാരിലേക്ക് തീരെ വരാത്ത അങ്ങനത്തെ അവസ്ഥ എന്നുള്ളത്. അടുത്തത് തർക്കുൽ അദ്ലി ഫി സഫർ, യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ സമയങ്ങളിൽ ഒരു വിവേചനം കാണിക്കുക. അതാ നമ്മൾ എങ്ങനെയും യാത്ര പോകുമ്പോൾ എപ്പോഴും ഒരു ഭാര്യനെ ഒപ്പം കൊണ്ടുപോവുക, മറ്റുള്ള ഭാര്യമാരെ കൊണ്ടുപോകാതിരിക്കുക, അങ്ങനത്തെ അവസ്ഥ. അടുത്തത് അൽ മുബാലഗതു ഫീ ഇദ്ഹാരിൽ ഫർഹി ഇദാ അദ്ദദ, നമ്മൾ ഒന്നുകൂടി വിവാഹം കഴിച്ചാല് രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഒന്നാമത്തെ ഭാര്യയുടെ മുമ്പില് രണ്ടാമത്തെ ഭാര്യയുടെ ഒപ്പമുള്ള ജീവിതത്തിന്റെ സന്തോഷം അറിയിക്കുക എന്നുള്ളത്, അതായത് സന്തോഷമൊക്കെ കാണിക്കുക. ചില അറിവില്ലാത്ത ഭർത്താക്കന്മാര് ചെയ്യുന്നതാണ്. അവർ വിവാഹം കഴിച്ചത് ശരി, സ്വാഭാവികമായിട്ടും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഗീറത്തുണ്ടാകും. അതിനു പുറമെ രണ്ടാമത്തെ ഭാര്യയോടൊപ്പമുള്ള പുതിയ ഭാര്യയോടൊപ്പം സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ഭാര്യയുടെ മുമ്പിൽ നന്നായി കാണിക്കുന്ന അവസ്ഥ, അത് വളരെ വലിയ ദോഷം ചെയ്യും. അതാണ് പറഞ്ഞത്, ബഹുഭാര്യത്വം ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, അതിന്റെ എങ്ങനെ നിലപാടെടുക്കണം എന്നുള്ളത്. അത് ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ബഹുഭാര്യത്വം പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് നീതി പാലിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ഒന്നിന് തെരഞ്ഞെടുക്കുക.
അല്ലാഹു തആല പറഞ്ഞു ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. നിങ്ങൾക്ക് വിവാഹം കഴിച്ചുകൊള്ളുക, 2, 3, 4 വിവാഹം കഴിക്കാം. ചില ഉലമാക്കൾ ഈ ആയത്തിന്റെ തെളിവ് പിടിച്ചിട്ട് അസ്ല് തന്നെ വിവാഹത്തിന്റെ അടിസ്ഥാനം തന്നെ തഅദ്ദുദാണ്, ബഹുഭാര്യത്വമാണെന്ന് പറയാറുണ്ട്. തുടങ്ങിയത് തന്നെ മസ്ന 2 പറഞ്ഞിട്ടാണ്. എന്നാൽ മറ്റു ഫഖഹാക്കൾ അതല്ല, അത് യതീമുകളുടെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് 1 അസ്ല് എന്ന് പറഞ്ഞവരുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ വിവാഹം കഴിക്കാം, 2, 3, 4 വരെ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ നിങ്ങൾക്ക് നീതി കാണിക്കാൻ പറ്റില്ല, നീതി പാലിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫവാഹിദ, നിങ്ങൾ ഒന്നിൽ തൃപ്തി അടഞ്ഞ് അതിൽ സമാധാനം അടഞ്ഞു ഇരിക്കണം. ഒന്നിൽ നിങ്ങൾക്ക് എന്താണോ ഒന്നിൽ ക്ഷമിച്ച് നിങ്ങൾ ഇരിക്കണം, അല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കും. ഇനി ഏതൊക്കെ വിഷയത്തിലാണ് നീതി പാലിക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒന്ന് താമസിക്കുന്നതിൽ നമ്മൾ ഒന്ന് കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ കൃത്യമായി ഓരോ ഭാര്യമാർക്കും നമ്മുടെ സമയം, ദിവസങ്ങൾ കൃത്യമായി വീതിച്ചു കൊടുക്കണം. ഇനി മറ്റുള്ള ഭാര്യമാർക്ക് കുഴപ്പമില്ല എങ്കിൽ, അവർക്ക് അനുവാദമുണ്ടെങ്കിൽ ഒരു ഭാര്യയിലേക്ക് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ച അവസാന കാലത്ത് രോഗം ബാധിച്ച സമയത്ത് റസൂൽ ചോദിക്കുമായിരുന്നു ഐനാന ഗദൻ, നാളെ ഞാൻ എവിടെയാണ്. അപ്പൊ ഭാര്യമാർക്ക് മനസ്സിലായി ആയിഷാ ബീവിയുടെ അടുക്കൽ താമസിക്കാനാണ്. അങ്ങനെ ഭാര്യമാർ അനുവദിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവിയുടെ വീട്ടിൽ അവസാനം താമസിക്കുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അതുപോലെ അദ്ലു ഫി സഫർ, യാത്ര പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദ സഫറ അഖറഅ ബൈന നിസാഇഹി, റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ നെറുക്കെടുക്കുമായിരുന്നു. ഏത് ഭാര്യയാണ് തന്നോടൊപ്പം യുദ്ധവേളയിൽ അല്ലെങ്കിൽ മറ്റു ചില യാത്രയിൽ പോകുമ്പോൾ തന്റെ കൂടെ ആര് വരണമെന്ന് തെരഞ്ഞെടുക്കാൻ നെറുക്കെടുക്കുമായിരുന്നു എന്നുള്ളത്. അടുത്തത് അൽ അദ്ലു ഫി നഫഖതി വൽ കിസ്വതി വൽ അതിയതി വഗൈരിഹ, നീതി പാലിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അവർക്ക് കൊടുക്കുന്ന ചെലവ് കൊടുക്കുന്നതിൽ, വസ്ത്രങ്ങളിൽ, അതുപോലെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ നീതി പാലിക്കുക എന്നത്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലൻ തസ്തതീഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും ഫലാ തമീലു കുല്ലൽ മൈലി ഫതദറൂഹാ കൽ മുഅല്ലഖ. നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശരിയായ പൂർണ്ണ രീതിയിൽ നീതി പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കൂല. ഭാര്യമാരുടെ ഇടയിൽ ഒന്നിൽക്ക് മാത്രം ചെരിഞ്ഞു പോകാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഇതിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് വലൻ തസ്തതീഉ, നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞത് ഫിൽ ഹുബ്ബി വൽ ജിമാ, ഭാര്യമാരോടുള്ള ഇഷ്ടത്തിലും അതുപോലെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിലും സ്വാഭാവികമായിട്ടും അതിൽ ഒരു മാനസികമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അത് നമുക്കൊരിക്കലും മാറ്റാൻ സാധിക്കില്ല. കാരണം ഭാര്യമാരുടെ പെരുമാറ്റത്തിന്റെയും അവരുടെ നമ്മൾക്ക് ഇഷ്ടമുണ്ടാവുന്ന പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് മാറ്റാൻ പറ്റൂല. എന്നാൽ ഈ പറഞ്ഞതുപോലെ യാത്രയിൽ, ചെലവഴിക്കുന്നതിൽ, അതുപോലുള്ള ഓരോ കാര്യത്തിൽ നമ്മൾ കൃത്യമായ നീതി പുലർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് മൻ കാനത് ലഹും റഅതാനി ഫമാല ഇലാ ഇഹ്ദാഹുമാ ജാഅ യൗമൽ ഖിയാമത്തി വശിഖ്ഖഹു മായിലുൻ. ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിട്ട്, 2 ഭാര്യമാരുണ്ടായിട്ട് ഒരാളിലേക്ക് മാത്രം ചെരിഞ്ഞ്, അതായത് ഈ രീതിയിലെല്ലാം നീതി കാണിക്കാതെ ഇരുന്നാൽ നാളെ പരലോകത്ത് അവനൊരു ഭാഗം ചെരിഞ്ഞവനായിട്ട് വരുമെന്നുള്ളത് ഗൗരവമായി മനസ്സിലാക്കുക. ഇനി 27ാമത്തെ വിഷയം അൽ ഇസ്തിഅജാലു ഫി ശഅനി ത്വലാഖ്, ത്വലാഖിന്റെ വിഷയത്തിൽ ധൃതി കാണിക്കുക എന്നുള്ളത്. ത്വലാഖ് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ അവന്റെ ശറഇൽ അനുവദനീയമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹമോചനം എന്നുള്ളത്. എന്നാൽ ചില പുരുഷന്മാർ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് അതിലേക്ക് എടുത്തു ചാടുന്ന അവസ്ഥ കാണാം. വളരെ ചെറിയ നിസ്സാരമായ ചില സൗന്ദര്യ പണക്കത്തിന് തന്നെ ഞാൻ ത്വലാഖിയാളെ വഴി നോക്കുകയാണ്, ആ രീതിയിലെല്ലാം അവർ പെരുമാറുന്നത് കാണാം. അവരുടെ അറിവില്ലായ്മയാണത്. അല്ലെങ്കിൽ അവരുടെ ചില സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം ആ സുഹൃത്തുക്കൾക്ക് ഇവരോടുള്ള അസൂയയോ അല്ലെങ്കിൽ അതുപോലുള്ള വിദ്വേഷം കൊണ്ടൊക്കെ പ്രോത്സാഹിപ്പിക്കും, ഒഴിവാക്കിക്കാളെ, പിന്നെ അവൾ വേണ്ട, അവൾ ഒഴിവാക്കിയാളെ, ത്വലാഖിയതാളെ, അങ്ങനെ പല രീതിയിൽ ത്വലാഖിലേക്ക് എടുത്തു ചാടുന്ന ആളുകൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, ഇത് പ്രത്യേകിച്ച് വിവാഹിതരായിട്ടുള്ള ആദ്യ കാലഘട്ടത്തിൽ, വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യകാലത്തിൽ സ്വാഭാവികമായിട്ടും 2 കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള 2 രീതിയിൽ വളർന്നിട്ടുള്ള ആളുകൾ പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം പൊരുത്തപ്പെടാനും സമയമെടുക്കും. അതിലൊരു സംശയമില്ല. ഒരാളുടെ സ്വഭാവ ന്യൂനതകൾ എന്താണ്, ഒരാളുടെ നന്മകൾ എന്താണ്, അത് മനസ്സിലാക്കാൻ.
അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും ത്വലാഖിയാണ്. ആ ഒരു രീതിയിൽ അതിലേക്ക് എടുത്തു ചാടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് വലിയ അപകടമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വലാഖ് ഇസ്ലാമിൽ അനുവദനീയമാക്കിയതിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അല്ലാഹു തആല ഹക്കീമും അലീമുമാണ്. അതിനു പിന്നിൽ ഒരുപാട് യുക്തികളുണ്ട്. എന്നാൽ ഒരു ത്വലാഖ് ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഒരു മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വആശിറുഹുന്ന ബിൽ മഅറൂഫ് വഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജ്അലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ. നിങ്ങൾ അവരോട് നല്ല രീതിയിൽ ജീവിക്കുക, അഡ്ജസ്റ്റ് ചെയ്തിട്ടും ക്ഷമിച്ചിട്ടും ഒരുപാട് ആ രീതിയിൽ ജീവിക്കുക. ത്വലാഖിന്റെ വിഷയങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇനി അവരിൽ എന്തെങ്കിലും വെറുക്കുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഒരുപാട് ഖൈർ വെച്ചിരിക്കാം. നമുക്കറിയില്ല, ചില കാര്യങ്ങൾ നമ്മൾ വെറുക്കുന്നത് അതിന് ഒരുപാട് നന്മകൾ വേറെ ഉണ്ടാകും. ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് തിന്മകളും ഉണ്ടാകും. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആയത്തിൽ ഒരു ഭാര്യയിൽ നിന്ന് വെറുപ്പുണ്ടാക്കുന്ന വിഷയങ്ങളിൽ ഭാര്യയോട് ഒത്തൊരുമിച്ച് പോകാൻ തെളിവ് ലഭിക്കുന്നുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയണം. ഒന്ന്, ഒരു മനുഷ്യൻ അറിയില്ല ഏത് വഴിയിലൂടെയാണ് നന്മ ഉണ്ടാകുന്നത്, ആ ഭാര്യയിൽ എന്ത് നന്മയാണ് എനിക്കുള്ളത് എന്ന് ആ മനുഷ്യനറിയില്ല. അതെങ്ങനെ ആവുക എന്നുള്ളത്. ചിലപ്പോ അവൻ വെറുക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതായിട്ട് മാറും. അതുപോലെ പല കാര്യങ്ങളും ഉണ്ടാവും. രണ്ടാമത്തേത്, ഒരു മനുഷ്യന് ഒന്നിലും അവൻ ഇഷ്ടപ്പെടുന്ന ഒന്നിലും എന്തെങ്കിലും ഒരു ന്യൂനത അല്ലാതെ അവന് കിട്ടൂല. ഈ ലോകത്ത് ഒരു സാധനം പൂർണ്ണമായ പെർഫെക്ഷനിൽ ഉണ്ടാവൂല. എന്ത് കാര്യം നമ്മൾ നോക്കിയാലും പൂർണ്ണമായിട്ടുള്ള പെർഫെക്ഷൻ അത് അല്ലാഹു തആല ദുനിയാവിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ കുറവുകൾ, അതിൽ വെറുപ്പുണ്ടാവുന്ന കാര്യങ്ങൾ ക്ഷമിച്ചാൽ എന്തിനു വേണ്ടി, അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വേണ്ടി അത് ക്ഷമിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ഖുലുഖൻ ആഖ്. ഒരിക്കലും ഒരു മുഅ്മിനത്തിനെ വെറുക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഒരു സ്വഭാവം വെറുക്കുന്നതായാൽ അവന് ഇഷ്ടപ്പെടുന്ന മറ്റൊന്നുണ്ടാവാം. ഇവിടെ പറഞ്ഞു വന്നത് പരമാവധി ക്ഷമയോടുകൂടി ആ ഭാര്യമാരോടൊപ്പം ജീവിക്കാൻ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹു തആല നമുക്ക് മാറ്റി തന്നേക്കാം, നമുക്ക് പ്രതിഫലം തന്നേക്കാം. വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഫുഖഹാക്കൾ എണ്ണുന്ന ഒരു കാര്യം ഭാര്യമാരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ സഹിക്കുക വഴി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വൈദുൽ ഖാത്തിറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ അബി ഉസ്മാൻ അൻ-നൈസാബൂരി അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, മാ അർജാ അമലക ഇൻദക്, നിങ്ങളുടെ അടുക്കൽ ഏറ്റവും നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കർമ്മം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ യുവാവായിരിക്കുന്ന സമയത്ത്, എന്റെ യുവത്വത്തിൽ എന്റെ കുടുംബം എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന് തയ്യാറായില്ല, ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീ എന്നോട് ഇങ്ങോട്ട് വിവാഹം അഭ്യർത്ഥിച്ചു. ഇദ്ദേഹത്തിനോടുള്ള വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് വിവാഹത്തിന് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഞാൻ ആ സ്ത്രീയുടെ ഉപ്പാവുമായി സംസാരിക്കുകയും ഞങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹത്തിന് ശേഷമാണ് എനിക്ക് ബോധ്യപ്പെട്ടത്, അവളിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് മനസ്സിലായത് അവളുടെ കണ്ണിന് ഒരു വൈകല്യം, കോൺകണ്ണ് പോലെയുള്ള അവസ്ഥയുണ്ട്. അതുപോലെ അവൾക്ക് വൈകല്യമുണ്ട്. അതുപോലെ തന്നെ അവളുടെ മുഖം വിരൂപമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഞാൻ അവളെ ഒഴിവാക്കിയില്ല, ഞാൻ അവളിൽ നിന്ന് ഒഴിവായിപ്പോയില്ല. കാരണം അവൾക്ക് എന്നോടുള്ള ഇഷ്ടം കാരണത്താൽ, അവൾക്ക് അതിയായ ഇഷ്ടമായിരുന്നു എന്നോട്. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഒരുപാട് കാലം അവളോടൊപ്പം 50 വർഷത്തോളം 15 വർഷത്തോളം ഞാൻ അവളോടൊപ്പം ജീവിച്ചു. അവൾ മരണപ്പെടുന്നത് വരെ ഞാൻ ജീവിച്ചു. അത്രയും കാലം ഇദ്ദേഹത്തിന് അവളോടുള്ള ഇഷ്ടക്കേടുണ്ട്, പക്ഷെ ക്ഷമിച്ചു നിന്നു. എന്നിട്ട് പറയാണ്, ഇതാണ് എനിക്ക് ഏറ്റവും ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന കർമ്മം, അവളുടെ കൽബിനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭാര്യമാരിൽ നിന്നുണ്ടാവുന്ന മോശം സ്വഭാവം കുറച്ചു നേരത്തേക്ക് നാം ക്ഷമിക്കാൻ പഠിച്ചാൽ, എടുത്തു ചാടി ത്വലാഖിലേക്ക് ഇറങ്ങാതെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവാക്കൾക്ക് ത്വലാഖ് പറഞ്ഞ സാധനം ഉണ്ട്, അതുകൊണ്ട് ചെയ്യാലോ വെച്ചിട്ട് അവിടെ ഇറങ്ങിച്ചാടാണ്. ഓരതിനെ കുറിച്ച് ചിന്തിക്കോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു വിവാഹം കഴിഞ്ഞ് ആ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ കുറെ കാലം ജീവിച്ച്, എനിക്കറിയാം 10 കുട്ടികളുള്ള ഒരു ഭർത്താവ് ഭാര്യയെ ത്വലാക്കിയത്. അവർക്ക് 10 മക്കളുണ്ട്. അവര് ഭർത്താവ് ഭാര്യനെ ഫോണിൽ കൂടെ വിളിച്ച് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ത്വലാക്ക് ചെയ്തിരിക്കുക. ത്വലാക്ക് വെറുതെ ചെയ്യുന്ന അവസ്ഥ.
അങ്ങനെ ഒരുപാട് കേസുകൾ, കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. എന്നാൽ ഇത് ധൃതിയിൽ എടുത്തു ചാടി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അവരിലുണ്ടാവുന്ന കുഴപ്പങ്ങൾ ക്ഷമിക്കാനും അത് ഉൾക്കൊള്ളാനും നാം മനസ്സിലാക്കണം. ഇനി ത്വലാഖിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ ഇസ്ലാമിൽ ഒരുപാട് ഘട്ടങ്ങൾക്ക് ശേഷമാണ്. ഒരുപാട് കാര്യങ്ങൾ എന്നതിന് ഒന്നാമത്തേത് അവളെ ഉപദേശിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഉപദേശം കൊണ്ട് തന്നെ അവളുടെ ഭാഗത്തുണ്ടായ തെറ്റുകളും കുറവുകളും എന്താണോ അത് തിരുത്താൻ അവൾക്ക് കഴിയും. അവൾ തിരുത്താൻ. രണ്ടാമത്തേത് കിടപ്പറയിൽ നിന്ന് അകറ്റലാണ്. ചില ഉലമാക്കൾ കിടപ്പറയിൽ നിന്ന് അകറ്റുക എന്നുള്ളതിന് സംസാരിക്കാതിരിക്കുക എന്നുകൂടി പറയാറുണ്ട്. അതിനടുത്ത് സംസാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ അത് വീടിനകത്ത് മാത്രമേ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈറ്റ്, വീട്ടിലല്ലാതെ നിങ്ങൾ ഭാര്യയെ അകറ്റരുത്. അതായത് ആദ്യം പറഞ്ഞു ഉപദേശിക്കുക, എന്നിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ കിടപ്പറയിൽ നിന്ന് അകറ്റുക. എന്നിട്ടും മനസ്സിലാവുന്നതിൽ മൂന്നാമത്തേത് അദ്ദർബ് ഗൈറു മുബർരിഹ്, വേദനിപ്പിക്കാത്ത, അപകടമുണ്ടാക്കാത്ത രീതിയിൽ അടിക്കുക എന്നുള്ളത്. അതും കഴിഞ്ഞ് നാലാമത്തേത് തഹ്കീം, മധ്യസ്ഥരെ വിളിച്ചിട്ട് ഇവന്റെ കുടുംബത്തിൽ നിന്നും ഇവളുടെ കുടുംബത്തിൽ നിന്നും ഓരോ മധ്യസ്ഥന്മാരെ വിളിച്ച് അവർ നന്മ ആഗ്രഹിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും അവർക്ക് പറ്റുന്നില്ല എങ്കിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ത്വലാഖിന്റെ ഘട്ടങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൽ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ തന്നെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ തന്നെ ഇതൊന്നും ഉണ്ടാവൂല. അല്ലെങ്കിൽ അടിക്കുകയാണെങ്കിൽ തന്നെ ആദ്യം തന്നെ മുഖത്തടിച്ചിട്ടുണ്ടാവും. ആദ്യം തന്നെ അടിയും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കാര്യങ്ങൾ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ വ്യക്തമായി നിയമങ്ങൾ പഠിപ്പിച്ചിരിക്കെ നാം ഓരോരുത്തരും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത്. ഇനി 28-ാമത്തേത്, അതായത് ത്വലാഖിലേക്ക് എടുത്തു ചാടരുത്, ക്ഷമയോടുകൂടി നമ്മൾ അവലംബിക്കുന്ന ക്ഷമയ്ക്ക് അള്ളാഹുവിന് പ്രതിഫലം പ്രതീക്ഷിക്കുക എന്ന്. 28-ാമത്തേത് തർക്ക് ത്വലാഖി ബഅദ ഇസ്തിഹാലത്തിൽ ഇസ്ലാഹി വൽ വഫാഖ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ത്വലാഖ് ചെയ്യുന്നതിലേക്ക് എടുത്തു ചാടരുത് എന്ന്. ഇവിടെ പറയുന്നത് ത്വലാഖിനെ ഒഴിവാക്കുക. ഏതവസ്ഥയില്? ചെയ്യാതിരിക്കുക. ഈ ഇസ്ലാഹിനും ഈ പരസ്പരം സുൽഹുണ്ടാക്കാനും അതുപോലെയൊക്കെ ശ്രമിച്ചിട്ടും അവര് ഒന്നാവുന്നില്ല. അപ്പൊ ത്വലാഖ് ചെയ്യാതിരിക്കുക എന്ന്. ചില ആളുകൾ അങ്ങനെ കാണാം. ചില ആളുകൾ ത്വലാഖിലേക്ക് എടുത്തു ചാടും. ചില ആളുകൾ എന്തൊക്കെ അവസ്ഥ വന്നാലും സംസാരങ്ങളൊന്നും കഴിഞ്ഞിട്ടും ത്വലാഖ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അത് പല ലക്ഷ്യങ്ങളായിരിക്കാം. ഭാര്യയെ ഉപദ്രവിക്കാൻ, ബുദ്ധിമുട്ടിക്കാൻ, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ആ ത്വലാഖ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. ഇതിനിടയിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം, ഈ ത്വലാഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ സാധാരണ ഒരു സ്ത്രീ ത്വലാഖ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ പുരുഷൻ ത്വലാഖ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ധാരണ അതിൽ ആരുടെ ഭാഗത്താ കുഴപ്പം? പെണ്ണിന്റെ ഭാഗത്താണോ ചെക്കന്റെ ഭാഗത്താണോ കുഴപ്പം? ഈ ത്വലാഖ് ചെയ്യാൻ കുഴപ്പമുണ്ടാവണമെന്നൊരു അടിസ്ഥാനമൊന്നുമില്ല. ചിലപ്പോ രണ്ടാളുകൾ വിവാഹം കഴിച്ചു, അവർക്ക് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. എന്നാൽ മാനസികമായിട്ടും ചിന്തകൾ കൊണ്ടും അവരും രണ്ട് ചിന്താഗതിക്കാരാണെങ്കിൽ അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ അവർക്ക് വിവാഹമോചനം ചെയ്യാം. അതുകൊണ്ട് ത്വലാഖായ അവരെന്തോ കുറ്റം ചെയ്തോ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് എന്നുള്ള ചിന്ത അത് നമ്മുടെ നാടിന്റെ കുഴപ്പമാണ്. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ത്വലാഖ് ഒരു തെറ്റോ ഒരു പാപമൊന്നുമല്ല. അല്ലാഹു തആല അനുവദിക്കപ്പെട്ട ഒരു കാര്യം അതിന്റെ ആവശ്യ സമയത്ത്. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ സംസാരങ്ങളും അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾക്കും ശേഷം ഈ ഒരു ഭാര്യയ്ക്കും ഭർത്താവിന് അടിസ്ഥാന ലക്ഷ്യം എന്താ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതിന് സമാധാനപരമായ അവസ്ഥ രണ്ടാൾക്കും കിട്ടുന്നില്ല എങ്കിൽ നല്ല രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെ ഭർത്താവിന്റെ ദീനിലോ എന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിലോ എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കാൻ എനിക്ക് വയ്യ, എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ത്വലാഖ് വാങ്ങിത്തരണം എന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറയാണ്. അവർ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അനാവശ്യമായ കാര്യത്തിന് ഭർത്താവിനെ ത്വലാഖ് ആവശ്യപ്പെടാൻ ഭാര്യയ്ക്ക് പറ്റില്ല. പക്ഷെ അങ്ങനെ മനസ്സിലാക്കണം കാര്യങ്ങളെ. അപ്പോൾ ഒരു സമയം വന്നാൽ പരസ്പരം സുൽഹുണ്ടാക്കാനും ഇതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ അവിടെ ത്വലാഖ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. അത് പിന്നെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഒരവസ്ഥ ഉണ്ടാവരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, ഒരുത്തിന് കഴിയാത്ത കാര്യം ഏൽപ്പിക്കുന്നില്ല. ഖവായിദുൽ ഫിഖ്ഹിയ അല്ലെങ്കിൽ ഖവായിദുൽ കുല്ലിയ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇദാ ളാഖൽ അംർ ഇത്തസഅ അല്ലെങ്കിൽ അല്ലാഹു റിസാൽ, ദോഷം നീങ്ങിപ്പോവുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ഖായിദയാണ്. അത് നീങ്ങിക്കളയുക എന്നുള്ളത് അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. വിവാഹ ജീവിതത്തിലുള്ള ഒരു കാര്യമാണ് വിവാഹമോചനം എന്നുള്ളത്. ഇത് മാത്രമല്ല, ഭാര്യയുടെ വൃത്തികെട്ട സ്വഭാവം, ചതിക്കുന്നത്, അതുപോലെ കളവ് പറയുന്നത്, അതുപോലെ വൃത്തികേട് അങ്ങനത്തെ ഉള്ള സ്ത്രീകളെയെല്ലാം ത്വലാഖ് ചെയ്യാൻ ഒരു ഭർത്താവ് നിർബന്ധിതനാകും.
അവനത് ചെയ്യലേ വഴിയുള്ളൂ എന്നുള്ളത്. ഇനി നല്ല രീതിയിൽ ഈ കാര്യങ്ങൾക്ക് ശേഷം ത്വലാഖാവുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വയ്യതഫറഖ യുഗ്നില്ലാഹു കുല്ലൻ മിൻ സഅതിഹി വകാന അല്ലാഹു വാസിഅൻ ഹകീമാ. ഇനി അവർ രണ്ടുപേരും വേർപിരിയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാസിഅൻ, അവർക്ക് യോജിച്ച ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ആയത്തിന്റെ തഫ്സീർ പറയുന്നതാണ്, അവൾക്ക് അവനേക്കാൾ നല്ല ഭർത്താവിനെയും അവന് അവളേക്കാൾ നല്ല ഭാര്യയെയും നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞത് ത്വലാഖിലേക്ക് എടുത്തു ചാടുന്നത്, രണ്ട് ത്വലാഖ് ആവശ്യമാകുന്ന അവസ്ഥയിൽ അത് ചെയ്യാതിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളുടെയും ഓരോ ദാമ്പത്യ ജീവിതത്തിന്റെയും സാഹചര്യങ്ങളുടെയും മറ്റു പല വിഷയങ്ങളും ഇതിന് പല രീതിയിൽ അതിന്റെ കാര്യങ്ങൾ വരേണ്ടി വരും. അത് ഇൻഷാ അല്ലാഹ് അത് പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ്, അത് ആളുകളുമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി 29-ാമത്തേത് ദമ്മു സൗജത്തി ബഅദ ഫിറാഖിഹാ, പരസ്പരം വേർപിരിഞ്ഞതിന് ശേഷം ഭാര്യയെ ആക്ഷേപിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ചില ഭർത്താക്കന്മാർ അവർ ഭാര്യയുമായി ത്വലാഖ് ചെയ്തു എന്ന് വെക്കുക, അതിനുശേഷം ആ ഭാര്യയെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കിയിട്ടുള്ള ന്യൂനതകൾ ആളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവൾക്കില്ലാത്ത സ്വഭാവങ്ങൾ ഉണ്ടാക്കി പറയുന്ന അങ്ങനത്തെ ചില ഭർത്താക്കന്മാരെ കാണാം. അവരോടും പറയാനുള്ളത് അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. വലിയ അപകടമാണ് അവർ ചെയ്യുന്നത്, വലിയ അബദ്ധമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും കാരണങ്ങളാൽ ത്വലാഖിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിൽ ഒരിക്കലും ഭാര്യയെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്ന ചിലപ്പോൾ മക്കളുള്ളവരുണ്ടാവും. മക്കളുള്ളവർ ത്വലാഖായി കഴിഞ്ഞാൽ മക്കളോട് ഉമ്മാനെ പറ്റി മോശമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, ഉമ്മാന്റെ ന്യൂനതകളെ പറ്റി ഉമ്മാനോട് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ, ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്തത്ര രീതിയിൽ മക്കളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥ, അതും ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി 29-ാമത്തേത് ഇളാഅത്തുൽ ഔലാദ് ബഅദ ത്വലാഖി സൗജ, ഭാര്യയെ ത്വലാഖ് ചെയ്തതിന് ശേഷം മക്കളുള്ളവരുണ്ടാവും, ആ മക്കളെ പാഴാക്കി കളയാതെ മക്കളെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രീതിയിലാക്കി തരട്ടെ, ത്വലാഖിലേക്കൊന്നും എത്താതെ ഏറ്റവും നല്ല രീതിയിലാക്കി തരട്ടെ. നമ്മളിത് പറയുമ്പോൾ അതിന്റെ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. ഇവിടെ മക്കളുള്ളപ്പോൾ ത്വലാഖാവുന്ന ഈ അവസ്ഥയിൽ ചില ഭർത്താക്കന്മാർ അവര് ത്വലാഖ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം അത് ത്വലാഖ് ചെയ്യാൻ പറ്റൂല, അത് ഒഴിവാക്കാൻ പറ്റൂല. എന്തൊക്കെയായാലും മക്കള് തന്നെയാണ്. ആ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെലവിന് നൽകാത്ത, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ തർബിയത്ത് നൽകാത്ത അവസ്ഥയിൽ ചില ഭർത്താക്കന്മാർ കാണാം. അവരുടെ ഭർത്താക്കന്മാരുടെ വാശി, ഭാര്യയോടുള്ള ദേഷ്യം, അതവര് തീർക്ക ഇങ്ങനെയായിരിക്കും. അവിടെ പാഴായി പോകുന്നത് മക്കളാണ്. ഒരു നല്ല ഭാവിയാണ് മക്കൾക്ക് നശിച്ചു പോകുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ പറയുന്നത്, നമ്മള് ഇത് കേൾക്കുന്നവർ അങ്ങനെ അവസ്ഥയിലുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അവസ്ഥയിൽ അള്ളാഹ് നമ്മളെ പരീക്ഷിക്കുകയാണെങ്കിൽ നാം എടുക്കേണ്ട നിലപാടാണ് എല്ലാ സമയത്തും ഒരു ഇഹ്സാൻ, ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കണം ഒരു മുഅ്മിന്റെ നിലപാടുകൾ ഉണ്ടാവേണ്ടത്. ഇവിടെ ചില ഭർത്താക്കന്മാര് ഉമ്മാന്റെ അടുത്ത് നിന്നാലാവും ആ കുട്ടിക്ക് നല്ല തർബിയത്തും നല്ല അവസ്ഥകളൊക്കെ ഉണ്ടാവുക, പക്ഷേ അവന്റെ വാശി കാരണവും ഒക്കെ അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റു പല രീതികൾ. ഇവിടെ ഫിഖ്ഹിന്റെ ഉലമാക്കൾ ത്വലാഖ് ചെയ്യുമ്പോൾ കുട്ടികളുടെ അവകാശം ആർക്കാണ് എന്നുള്ളതൊക്കെ ചില ഹദീസുകൾ, ഒരു ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ബനി ഹാദാ ബത്നി ലഹു വിആ വഹിജ്രി ലഹു ഹിവാ വസദി ലഹു സിഖാൻ വസഅമ അബൂഹു അന്നഹു യൻസഉഹു മിന്നി. എന്റെ മകൻ, ആ മകന് എന്റെ വയറ് അവന്റെ താമസസ്ഥലമായിരുന്നു, ഗർഭപാത്രം. അതുപോലെ തന്നെ എന്റെ മടിത്തട്ട് അവന്റെ താമസിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു, എന്റെ മടിത്തട്ട്. അതുപോലെ എന്റെ മാറിൽ നിന്ന് പാല് കുടിച്ചിട്ടാണ് അവൻ വളർന്നത്. ഇപ്പൊ എന്റെ ഭർത്താവ് എന്നെ ത്വലാഖ് ചെയ്യുമ്പോ ഇവനെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതി അഹഖു ബിഹി മാ ലം തൻകിഹി, നീ വേറെ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ ആ കുട്ടിയുടെ മേലെ, അഥവാ ചെറിയ കുട്ടിയുടെ മേലെ അവകാശം നിനക്കാണ് എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖയ്യറ ഗുലാമൻ ബൈന അബീഹി വ ഉമ്മിഹി, മുമയ്യിസായ വകതിരിവെത്തിയ മക്കളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കാൻ അവകാശം കൊടുത്തു, ഉമ്മാന്റെ അടുത്തേക്കാണോ ഉപ്പാന്റെ അടുത്തേക്കാണോ എന്നുള്ളത്. ഇതും പല സാഹചര്യങ്ങളിൽ പല രീതിയിൽ മാറും. ഉപ്പാന്റെ ഒപ്പമാണോ ഉമ്മാന്റെ ഒപ്പമാണോ, ദീനിയായിട്ടും അല്ലാത്ത രീതിയിലും നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഓരോ വിഷയവും ഇത് ഓരോ സാഹചര്യത്തിൽ മാറും. അതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ പറയുന്നില്ല. നമ്മൾ എന്തായാലും ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ അത് നമ്മുടെ മക്കൾ തന്നെയാണ്, ഭാര്യയെ ത്വലാഖ് ചെയ്താലും എന്തായിരുന്നാലും. അതുകൊണ്ട് ആ മക്കളോടുള്ള കടമ,
അവർക്കുള്ള ചെലവിനുള്ളത്, അതുപോലെ അവരെ വളർത്തുന്ന രീതിയിൽ അവർക്ക് തർബിയത്ത്, ഈ കാര്യങ്ങൾ ശ്രദ്ധ വേണം എന്നുള്ളത്. 30-ാമത്തെ ഖില്ലത്തുൽ വഫാഇ ലിസ്സൗജത്തി, ഭാര്യയോടുള്ള വഫായിലുള്ള കുറവ്. വഫാ എന്നുള്ള പദത്തിന് മലയാളം ഒരു ഒറ്റവാക്ക്, അതിന് കുറെ അന്വേഷിച്ചും തെരഞ്ഞൊക്കെ നോക്കി അതിനൊരു യഥാർത്ഥ വാക്ക് കിട്ടും. കാരണം വഫാ എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് മനസ്സിൽ വരുന്ന ആശയത്തെ പറയാനുള്ള വാക്ക് വിശ്വാസ്യത എന്നോ കൂറ് എന്നോ അടുപ്പമെന്നോ സ്നേഹമെന്നോ പ്രണയമെന്നോ എന്താണത് യോജിച്ചത് എന്ന് നമുക്ക് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് ഉണ്ടാകേണ്ട വഫ, അതായത് ഒരു കൂറ്, ഒരു സ്നേഹം, ഹൃദയത്തിൽ തട്ടിയുണ്ടാവുന്ന ഒരു സ്നേഹം. പലപ്പോഴും ഇന്നത്തെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അഭിനയമാണ്. ഭർത്താവായിട്ട് അഭിനയിക്കുക, ഭാര്യയായിട്ട് അഭിനയിക്കുക. മനസ്സിൽ തട്ടിയുള്ള സ്നേഹവും ആ ഒരു കൂറും ഒരു ബന്ധവും പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് അവർ മരണപ്പെട്ടാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹമാണ്. ഒരു കരാറിലായിരിക്കുമ്പോൾ, വിവാഹം ഒരു കരാറാണ്, ആ കരാറിലായിരിക്കുമ്പോൾ അതിൽ അവർ മരണപ്പെടുമ്പോഴും അവരോടുണ്ടാവുന്ന ആ ഒരു അനുകമ്പ. നമുക്ക് ഉദാഹരണം നമ്മുടെ നേതാവിൽ തന്നെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവിയോട് ഉണ്ടായിരുന്ന വഫാ. എത്രയോ ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ ഗിർതു അലാ ഇംറഅത്തിൻ മാ ഗിർതു അലാ ഖദീജ. ഖദീജയോടുള്ളതുപോലെ ഒരു സ്ത്രീയോടും എനിക്ക് ഗീറത്ത് ഉണ്ടായിട്ടില്ല, അഥവാ അസൂയ ഉണ്ടായിട്ടില്ല. കാരണം മിൻ കസറത്തി ദിക്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാഹ, കാരണം ഖദീജ ബീവിയെ കുറിച്ച് ധാരാളം എന്നോട് ഓർമ്മിപ്പിക്കുന്നതിന്റെ കാരണം, അതായത് റസൂലുള്ള ധാരാളമായിട്ട് ഖദീജ ബീവിയെ പറ്റി പറയുന്നതിന്റെ കാരണത്താൽ. അതുപോലെ തന്നെ ആയിഷ ബീവി പറയുന്നത് വതസവ്വജനി ബഅദഹാ ബിസലാസി സിനീൻ, ഖദീജ ബീവിയുടെ മരണത്തിന്റെ 3 വർഷത്തിന് ശേഷമാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. വഅമറഹു റബ്ബുഹു അസ്സ വജല്ല ജിബ്രീൽ അലൈഹിസ്സലാം അയ്യുബശ്ശിറഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബ്. ഖദീജ ബീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ ജിബ്രീൽ വഴി സ്വർഗത്തിൽ മുത്തുകൊണ്ടുള്ള ഒരു ഭവനമുണ്ട് എന്നുള്ള നിലയ്ക്ക്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ മരണശേഷവും ആ ഖദീജ ബീവിയോടുള്ള ഒരു വഫ ഇപ്പൊ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു അടുപ്പം, ഒരു സ്നേഹം, ഒരു കൂറ് അത് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ ബീവി പറയുകയാണ്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ. ഖദീജയോടുള്ളതുപോലെ മറ്റൊരു ഭാര്യയോടും എനിക്ക് എന്തുണ്ടായിട്ടില്ല, ഒരു ഗീറത്ത് ഉണ്ടായിട്ടില്ല. വമാ റഅയ്തുഹ, ഞാൻ അവരെ കണ്ടിട്ടില്ല, ഖദീജ ബീവിയെ ഞാൻ കണ്ടിട്ടില്ല. വലാകിൻ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ, റസൂലുള്ള ധാരാളമായിട്ട് ഓർക്കാറുണ്ടായിരുന്നു ഖദീജ ബീവിയെ എന്നുള്ളത്. വറുബ്ബമാ ദബഹ അശ്ശാത ثم يقطعها أعضاء ثم يبعثها في صدائق ഖദീജ. ഇടക്ക് ആടിനെ കറക്കുമ്പോ അതിന്റെ ഭാഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കുമായിരുന്നു. ഖദീജ ബീവിയുടെ സ്നേഹം. ഫറുബ്ബമാ ഖുൽതു ലഹു, അങ്ങനെ ഞാന് ആയിഷ ബീവി പറയാണ്, ഞാൻ റസൂലിനോട് ചോദിക്കാറുണ്ടായിരുന്നു, കഅന്നഹു ലം യകുൻ ഫിദ്ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ. ഖദീജ ഇല്ലാത്ത ഒരു സ്ത്രീയും ദുനിയാവിലില്ലേ? ഖദീജ ഇല്ലാത്ത ഒരു സ്ത്രീയും ദുനിയാവിലില്ലേ? മറ്റേ ഹദീസിൽ കാണാം, നിങ്ങൾക്ക് ഖദീജ വയസ്സായ പല്ലുകൊഴിഞ്ഞ ആ സ്ത്രീയേക്കാൾ നല്ല എന്നെ പോലുള്ള ചെറുപ്പക്കാരികളെ അള്ളാഹു തന്നിട്ടില്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹാ കാനത് വകാനത് വകാന ലീ മിൻഹാ വലദുൻ. റസൂലുള്ളാഹിന്റെ ഖദീജ ബീവിയുള്ള വഫ ഈ വരികളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നഹാ കാനത് വകാനത്, അവരങ്ങനെയായിരുന്നു. ആ സ്നേഹമാണ് ഭാര്യയോടുള്ള സ്നേഹം, അവരങ്ങനെയായിരുന്നു. അവര് വഴിയാണ് എനിക്ക് അല്ലാഹു തആല മക്കളെ തന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവിയോടുള്ള സ്നേഹം എത്രയായിരുന്നു? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖദീജ ബീവിയുടെ സഹോദരി ഹാലത്ത് ബിൻത് ഖുവൈലിദ് അനുവാദം ചോദിച്ചു വരികയാണ്. ആ അനുവാദം ചോദിച്ചു വരുന്ന സമയത്ത് ഫഅറഫ ഇസ്തിഇദാന ഖദീജ, റസൂലുള്ളാഹിക്ക് പെട്ടെന്ന് ഖദീജ ബീവി അനുവാദം ചോദിക്കുന്ന പോലെ തോന്നി. ഖദീജ ബീവിയുടെ അനിയത്തി സഹോദരി അനുവാദം ചോദിച്ചപ്പോ ഖദീജ ബീവി ചോദിക്കുന്ന പോലെ തോന്നി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ ഹാല, അത് ഹാലയാണല്ലോ. ആയിഷ ബീവി പറയാൻ, എനിക്ക് ഖൈറത്ത് വന്നു, എനിക്ക് അസൂയ വന്നു ഖദീജ ബീവിയോട്. ഇതാണ് വഫ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഭാര്യയോട് ഉണ്ടാവേണ്ട വഫ. ദാമ്പത്യ ജീവിതം സഹോദരങ്ങളെ വളരെയധികം ആസ്വദിക്കാൻ പറ്റും. ദുനിയാവിലെ ആസ്വാദനങ്ങളിൽ, ദുനിയാവിൽ ഒരാളോട് നമുക്കുണ്ടാവുന്ന സ്നേഹത്തിൽ ഇതിലും വലുതൊന്നില്ല. പക്ഷെ നമുക്ക് പലർക്കും അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് അറിവില്ലായ്മയാണ്.
ഇതിന് ഖദീജാബിയുടെ ഗുണങ്ങൾ വേറെയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഖദീജാബിയുടെ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രത്തോളം അത് ഖൽബിലുള്ളത്. അപ്പൊ നമ്മൾ ആസ്വദിക്കേണ്ട ഏറ്റവും വലിയ അല്ലാഹു തആല നൽകിയ നിഅമത്ത് സിവാജ്, ഇതുപോലെ ഈ ശൈഖിന്റെ തന്നെ വേറെ കിതാബ് വിവാഹം എന്ന നിഅമത്ത്, അതിനെ മനസ്സിലാക്കാൻ അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ഫഹ്മ് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ലഭിക്കാത്തത്. ഇൻഷാ അല്ലാഹ് ഇനി അവസാനത്തേത് 32-ാമത്തേത് മിൻ അഖ്താഇൽ അസ്വാജ് എന്നുള്ളതിൽ അവസാനത്തെ വിഷയം ഖില്ലത്തുൽ ഖനാഅതി വതതല്ലുഉ ഇലാ ഗൈരി സൗജ. തനിക്ക് ലഭിച്ച ഇണയിൽ സംതൃപ്തിയുടെ കുറവും മറ്റുള്ള ഭാര്യയല്ലാത്ത മറ്റുള്ളവരിലേക്കുള്ള നോക്കൽ. അത് നോക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവരിലേക്ക് പ്രതീക്ഷിക്കുക. അതായത് തന്റെ ഭാര്യ പോരാ, വേറെയുള്ള സ്ത്രീകൾ വേണമെന്നുള്ള നിലയ്ക്ക് ഒരു ചിന്ത. ഈ വിഷയം പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നാം ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്ന ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് അവിഹിത ബന്ധങ്ങൾ എന്നുള്ളത്. വളരെയധികം അധികരിച്ചു വരുന്ന, കാരണം ഇന്നത്തെ സൗകര്യങ്ങൾ അങ്ങനെയാണ്. ആധുനിക കാലത്തെ സൗകര്യങ്ങൾ അങ്ങനെയാണ്. നാം പറഞ്ഞതുപോലെ ഒരു മിക്സ്ഡ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്ന, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ, അങ്ങനെ പല മേഖലകളിൽ അവിഹിത ബന്ധങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഈ വിഷയം എന്ന് പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല തന്നതിലുള്ള സംതൃപ്തിയുടെ കുറവും മറ്റുള്ള ഇന്റെ ഭാര്യ അല്ലാതെ മറ്റുള്ളവർക്ക് നോക്കണം. ഇവിടെ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മൾ ഈ വിവാഹം കഴിച്ചാൽ നമ്മുടെ ഭാര്യയായിട്ട് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാര്യനേക്കാൾ സൗന്ദര്യം കുറവുള്ള പെണ്ണുങ്ങളെ കണ്ടാലും നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? എന്താ തോന്നുന്നറിയോ? എന്റെ ഭാര്യനേക്കാളും സൗന്ദര്യമുണ്ട്. അത് ശൈത്താനിയത്താണ്, അത് അവന്റെ ശഹവത്താണ്. ശൈത്താൻ അങ്ങനെ തോന്നിക്കുള്ളൂ. അവന്റെ ഭാര്യ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വരെ കണ്ടാൽ അവന് തോന്നുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ആഗ്രഹവും ഒരു ഇഷ്ടം വിവാഹം കഴിഞ്ഞാൽ പെടുപ്പോവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശൈത്താൻ ഇവരെ പഴപ്പിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള സുയ്യലഹുമു ശൈത്താൻ അലങ്കാരം കാണിപ്പിക്കും. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പുറത്ത് കാണുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരിക്കും അവരുടെ ജീവിതം. പല ആളുകൾക്കും അവരുടെ ദാമ്പത്യ ജീവിതം, അവരുടെ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയും തന്റെ കൂട്ടുകാരുടെ ദാമ്പത്യ ജീവിതം വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കും. എന്റെ ഭാര്യ എന്തെങ്ങനെ ആകെ പറഞ്ഞനുസരിക്കൂല, അല്ലെങ്കിൽ ദീനിയായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ മറ്റേതങ്ങനെ, അവന്റെ ഭാര്യ കണ്ടില്ലേ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പുറത്ത് വേറെ അവന്റെ ഭാര്യ അങ്ങനെയാണല്ലോ, എന്റെ ഭാര്യ എന്തെങ്ങനെ, ഫുള്ള് പരസ്പരം കമ്പയർ ചെയ്യുന്ന അവസ്ഥയായിരിക്കും. സോ അതിന് അവരുടെ ഇടയിൽ നടക്കുന്ന എന്താ നമുക്ക് അറിയില്ല. നമ്മുടെ ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന നന്മകൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവൂല. നമ്മുടെ ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന തിന്മകളേക്കാൾ വലിയ തിന്മകളായിരിക്കും അപ്പുറത്ത്. പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച്, ഭർത്താക്കന്മാരുടെ വലിയ അബദ്ധമാണ് അത്. ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തെരഞ്ഞെടുത്ത് തന്നതിൽ നമ്മൾക്ക് നമുക്ക് സംതൃപ്തി ഉണ്ടായാൽ അല്ലാഹു തആല അതിൽ ബറക്കത്ത് ചൊരിയും. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു ചിന്ത വന്നു കയറിയാൽ പിന്നെ ശൈത്വാൻ അവരെ പഴപ്പിക്കാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സോഷ്യൽ മീഡിയകളിലും അല്ലാതെ ജോലി സ്ഥലങ്ങളിലോ സമൂഹത്തിലോ ബന്ധപ്പെടുന്ന സ്ത്രീകളുമായിട്ട് പെട്ടെന്ന് നമ്മൾ ആ മര്യാദകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് അവിഹിത ബന്ധങ്ങൾ തുടങ്ങാനും അത് ചെന്ന് കൊണ്ടെത്തിക്കുന്ന പര്യവസാനം വളരെ മോശമായിരിക്കും, വളരെ അപകടം നിറഞ്ഞായിരിക്കും ദുനിയാവിലും പരലോകത്തും. ഈ വിഷയത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ഒരു അപകടം വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശൈഖ് പറയുന്നുണ്ട്. ഒന്നാമത്തേത് തഖ്വല്ലാഹ്, അള്ളാഹുവിൽ തഖ്വ ഉണ്ടാവുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി അള്ളാഹു തആല അനുവദനീയമാക്കപ്പെട്ടതിൽ തൃപ്തി അടയുക. ആ തൃപ്തി അടയുക എന്നുള്ളത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് അള്ളാഹു തആല സൂക്ഷിക്കുക. അൽ അമലു ബിതആത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് റജഅ സവാബില്ലാഹ് വതർകു മആസിയല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് മഖാഫത അദാബില്ലാഹ്. തഖ്വയുടെ തഅരീഫ് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന അള്ളാഹു തആലയുടെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തആലയ്ക്ക് അമല് ചെയ്യുക. അതുപോലെ മഅസിയത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുക, നരകത്തെ ഭയപ്പെട്ടിട്ടും സ്വർഗത്തെ പ്രതീക്ഷിച്ചിട്ടും. ഇവിടെ വിവാഹ ജീവിതത്തിന് ശേഷമാവട്ടെ മുൻപാവട്ടെ യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ മുൻപുണ്ടായിട്ടുണ്ടാകാം, നമ്മൾക്ക് അറിവില്ലാത്ത കാലത്ത് ചില അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ നമ്മൾക്ക് ദീൻ ലഭിച്ചതിന് ശേഷം, വിവാഹത്തിന് ശേഷം ശൈത്വാൻ വലിയ തന്ത്രമാണ് ഇന്ന് വിവാഹബന്ധങ്ങൾ നടക്കുന്നത്. ആ യുവാക്കളെ ഓർമ്മിപ്പിക്കും, പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും, സ്ത്രീകളെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. എന്നിട്ടൊരു നിമിഷം കൊണ്ട് ഇന്ന് ആ അവിഹിത ബന്ധങ്ങളിൽ ചെന്ന് ചാടാൻ സാധിക്കും. ഒരു മെസ്സേജ് മതി. ആ മെസ്സേജോടുകൂടി വീണ്ടും തുടങ്ങുന്ന വ്യഭിചാരത്തിന്റെ ബന്ധം വളരെ അപകടത്തിലേക്ക് ചെന്ന് ചാടും. അതുകൊണ്ട് വളരെയധികം ഈ വിഷയം ശ്രദ്ധിക്കണം, അള്ളാഹിനെ സൂക്ഷിക്കുക. രണ്ടാമത്തേത് ഖുദ്ദുൽ ബസർ, ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത്. നമുക്കറിയാം തബറുജിന്റെ കാലമാണെന്ന്. പെണ്ണുങ്ങൾ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന, നല്ല മെച്ചമായ വേഷകൾ ധരിക്കുന്ന ഒരു കാലഘട്ടം.
അതുകൊണ്ട് ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് വളരെ പ്രധാനം. ദൃഷ്ടി താഴ്ത്തുക കൽബിന് നൂറുണ്ടാക്കി തരും. അല്ലാഹു തആല ബസീറത്ത് ഉണ്ടാക്കി തരും. കൽബിന് ഫറഹ് സന്തോഷം ഉണ്ടാക്കി തരും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ സലഫുകൾ പറയാറുണ്ടായിരുന്നു, അസ്സബ്റു അലാ ഗദ്ദിൽ ബസരി ഐസറു മിനസ് സബ്രി മാ ബഅദഹു. ദൃഷ്ടി താഴ്ത്തുന്നതിലുള്ള ക്ഷമ എന്നുള്ളത് ആ ദൃഷ്ടി താഴ്ത്താതെ ഉണ്ടാവുന്നതിന്റെ അനന്തരഫലങ്ങളിൽ ക്ഷമിക്കുന്നതിനേക്കാൾ, അതിന്റെ ദോഷങ്ങളിൽ ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് നാം മുമ്പ് പറഞ്ഞിട്ടുള്ള വിഷയമാണ്, ദൃഷ്ടി താഴ്ത്തുന്നതിന്റെ നേട്ടങ്ങൾ. അതുകൊണ്ട് അത് താഴ്ത്തുക എന്നുള്ളത്. മൂന്നാമത്തെ ലുസൂമുൽ ഖനാഅ, ഇതാണ് പ്രധാനം. സംതൃപ്തി ഉണ്ടാവുക. തനിക്ക് അല്ലാഹു വിധിച്ച തന്റെ ഇണയിൽ തൃപ്തിപ്പെടുക, അവളുടെ സൗന്ദര്യത്തിലും അവളുടെ സ്വഭാവത്തിലും അവളുടെ പെരുമാറ്റത്തിലും. അതല്ലാതെ ഇപ്പോഴത്തെ ആളുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പക്കാരൊക്കെ പ്രശ്നം, അവര് നോക്കുന്നത് ചുറ്റുമുള്ള കുഫാറുകളെയും മുനാഫിഖുകളെയും ഷഹവത്തിന്റെ അഹ്ലുദ്ദുനിയയുടെ ആളുകളിലേക്കാവും. അത് അങ്ങനെയുള്ള സ്ത്രീകളിലേക്കാവും. വേഷം ധരിച്ച് നടക്കുന്ന പുരുഷന്മാരെ ആകർഷിക്കാനായി വേഷം ധരിച്ച് നടക്കുന്ന ആ സ്ത്രീകളിലേക്ക് അവർ എന്തായാലും കാണുന്ന അവസ്ഥയാണ്. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറൻ വഅബ്ഖാ. നിന്റെ നോട്ടം അവരിലെ, അഥവാ ദുനിയാവ് നൽകപ്പെട്ട ആളുകളുടെ അവരുടെ ഇടകളിലേക്കോ അവർക്ക് നൽകപ്പെട്ട കാര്യങ്ങളിലേക്കോ പോകേണ്ട. ദുനിയാവിലെ വെറും അലങ്കാരം മാത്രം. അള്ളാഹുവിന്റെ റിസ്ഖാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാവാത്തോണ്ടാണ്. നമ്മുടെ ഭാര്യമാരേക്കാൾ സൗന്ദര്യമുണ്ട് ആ ഒരു സ്ത്രീ, ആ ഒരു സ്ത്രീയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് വെച്ച് നമ്മൾ നോക്കി നടന്നു കഴിഞ്ഞാല് നമ്മുടെ ഭാര്യയോടുള്ള ഒരു തൃപ്തി നമുക്ക് പോകും. അതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയെ പോലെ സൗന്ദര്യം ഭർത്താവിന് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നതോ നല്ല കൽബുള്ളതോ അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ളതോ ഒന്നും ആവൂല. അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സൗന്ദര്യം നിലനിർത്താൻ പകുതിയും ബ്യൂട്ടി പാർലറിന്റേതാണ്. അങ്ങനത്തെ സ്ത്രീകളുടെ ബ്യൂട്ടി പാർലർ അവരുടെ എപ്പോഴും മാനസികമായി ടെൻഷനായിരിക്കും. അവരുടെ സ്കിൻ ടോൺ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം നഷ്ടപ്പെടും. തൊലിയുടെ നിറത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനി ഉറങ്ങാൻ പറ്റൂല. അങ്ങനെയുള്ള സ്ത്രീകളുടെ ഒപ്പം ജീവിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വളരെയധികം ഗൗരവമാണ്. അതുകൊണ്ട് സഹോദരൻ, നമുക്ക് അല്ലാഹു തെരഞ്ഞെടുത്തു എന്നതാണ് നമുക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതിൽ സംതൃപ്തി അടയാൻ നമ്മൾ പഠിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അപകടങ്ങളിലേക്ക് നയിക്കും. അതിൽ ശൈഖ് പറയുന്ന മറ്റൊരു കാര്യമാണ്, അന്നളറു ഇലാ മൻ ഹുവ അദ്നാ ഫീ ഉമൂരി ദുനിയ വ ഇലാ മൻ ഹുവ അഅലാ ഫീ ഉമൂരി ദീനി വസായിലിൽ ഫളായിൽ. ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്കും ദീനിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്കും നോക്കുക എന്നുള്ളത്. ഇത് ഏത് വിഷയത്തിലും നമ്മുടെ എല്ലാ ഖൈറിന്റെയും എല്ലാ നന്മയുടെയും അടിസ്ഥാനം ഇതാണ്. കാരണം അല്ലാഹു തആലയിൽ ഖനാഅത്ത് ഉണ്ടാവാൻ ഈ കാര്യം മനസ്സിലാക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നളറ അഹദുകും ഇലാ മൻ ഫുദ്ദില അലൈഹി ഫിൽ മാലി വൽ ഖൽഖി ഫൽയൻദുർ ഇലാ മൻ ഹുവ അസ്ഫല മിൻഹു മിമ്മൻ ഫുദ്ദില അലൈഹി. നിങ്ങളിൽ ഒരാൾ കാണാണ് നിങ്ങളെക്കാൾ സമ്പത്ത് നൽകപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ശാരീരികമായി സൗന്ദര്യം നൽകപ്പെട്ട, അല്ലെങ്കിൽ എന്തോ നിങ്ങളെക്കാൾ നൽകപ്പെട്ട ആളുകളെ കാണുകയാണെങ്കിൽ നിങ്ങളെക്കാൾ താഴെ നൽകപ്പെട്ട ആളുകളിലേക്ക് അവൻ നോക്കട്ടെ. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. അതാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ നിങ്ങൾ വില കുറച്ച് കാണാതിരിക്കാൻ നല്ലത് എന്നുള്ളത്. അതായത് നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഭാര്യ ആവട്ടെ, ചില ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാണ്, ചില ആളുകൾ ഉണ്ടാവും അവന്റെ ശരീരം, ഞാൻ തടി കൂടുതലാണ്, അല്ലെങ്കിൽ ഞാൻ തടിക്കുന്നില്ല, ഞാൻ ഹൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലാണ്. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അല്ലാഹു തആല സൃഷ്ടിച്ച് നമുക്ക് തന്നിൽ നമ്മൾ തൃപ്തി അടയുകയും എന്നാൽ നമ്മളെക്കാൾ ശാരീരികമായി വൈകല്യമുള്ള ആളുകളിലേക്ക് നോക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ നിഅമത്ത് നമുക്ക് അറിയാൻ പറ്റും. നമ്മളെക്കാൾ മുകളിലുള്ളവർക്ക് നോക്കി നമുക്ക് അറിയാൻ പറ്റൂല. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ മുകളിലുള്ളവരിലേക്ക് നോക്കി അങ്ങോട്ട് എത്താൻ പരിശ്രമിക്കുകയും ചെയ്യുക. ഇവിടെ നാം ഇത് പറയാനുള്ള കാരണം, നമുക്ക് ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്നത് അവരുടെ നന്മകൾ നമ്മൾ ശ്രദ്ധിക്കുക, ആ നന്മകൾ നമ്മൾ ഉൾക്കൊള്ളുക, മറ്റുള്ളവരെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക. അവർക്കുണ്ടാവുന്ന ദോഷങ്ങൾ നമ്മുടെ ഭാര്യയേക്കാൾ വലുതായിരിക്കും, നമുക്കത് സഹിക്കാൻ പറ്റൂല. ചില ആളുകള് ഇങ്ങനൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോ ചില സ്ത്രീയെ കാണും, നമ്മുടെ ഭാര്യയെ കണ്ട് വേറെ സ്ത്രീയെ കണ്ടിട്ട്, ഭാര്യ പോരാണ്ട് വേറെ സ്ത്രീയെ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആളുകൾ. അവർക്ക് നമ്മുടെ നാടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടാകുന്ന ആളുകളെ, അവരൊന്നാമത്തെ ഭാര്യയുടെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ, അവര് വേറെ വിവാഹം കഴിക്കും. പക്ഷേ അവർക്ക് ഒന്നാമത്തെ ഭാര്യയേക്കാൾ മോശമായിട്ട് രണ്ടാമത്തെ ഭാര്യ ഒരു ബുദ്ധിമുട്ടായി മാറുന്ന അവസ്ഥ. അവൻ നല്ലത് കണ്ടിട്ട് കെട്ടിയതായിരിക്കും, വിവാഹം കഴിച്ചതായിരിക്കും. ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, രണ്ട് ഭാര്യമാരുള്ളടുത്ത് നിങ്ങൾക്ക് ആരോടാ ഏറ്റവും കൂടുതൽ സ്നേഹം, മാനസികമായിട്ടുള്ള അടുപ്പം ആരോടാന്ന് ചോദിച്ചു. അറിയാൻ വേണ്ടി ചോദിച്ചാ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ ഭാര്യയോടാണ് എന്നുള്ളത്.
അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് ലഭിച്ചതിൽ ക്ഷമിക്കാനും തൃപ്തിയേടാനും ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അതല്ല എങ്കിൽ വളരെ അപകടമായിരിക്കും. ഷേഖ് അവസാനമായിട്ട് ഇതിൽ പറയുന്ന വിഷയം അൽ ഫഹ്മു സഹീഹ് ലിമഅന അൽ ജമാൽ. ഇത് വിവാഹം കഴിക്കുന്ന യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജമാൽ, സൗന്ദര്യം എന്നുള്ളതിനെ കുറിച്ചുള്ള യഥാർത്ഥ മനസ്സിലാക്കൽ, ഫഹ്ം എന്താണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, സൗന്ദര്യം, ഇണയുടെ സൗന്ദര്യം നോക്കുക എന്നുള്ളത്, നമ്മൾ നോക്കുന്നത് വിവാഹം കഴിക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യം നോക്കുക എന്നുള്ള ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ നോക്കുക തന്നെ വേണം. എന്നാൽ സൗന്ദര്യത്തിന്റെ രാജ്ഞി ആണെന്ന് വിചാരിക്കുക. എന്നാൽ വൃത്തികെട്ട കൽബും വൃത്തികെട്ട സ്വഭാവവും പരസ്പരം മനസ്സിലാക്കാനും സാധിക്കാത്ത ഒരു പെണ്ണാണ് എങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ആ സൗന്ദര്യം ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാക്കി തരൂല. ആ സൗന്ദര്യം മാത്രം ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാക്കി തരൂല. സൗന്ദര്യത്തെ നമ്മൾ പരിഗണിക്കണ്ട എന്നല്ല, ശാരീരികമായിട്ടുള്ള അതുപോലെയുള്ള നമുക്ക് തൃപ്തിപ്പെടണം വിവാഹം കഴിക്കുന്ന സ്ത്രീയെ. പക്ഷേ ആ സൗന്ദര്യം സഹോദരങ്ങളെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാണ്ടല്ലോ, സ്വഭാവം അതിന്റെ പെരുമാറ്റം നന്നല്ല എങ്കിൽ ആ സൗന്ദര്യങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യൂല. നിങ്ങൾ വെറുപ്പേ ഉണ്ടാവുള്ള സൗന്ദര്യത്തോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാ. ഈ 4 കാര്യങ്ങൾക്ക് വിവാഹം കഴിക്കാം. സമ്പത്തിന്, അവളുടെ സൗന്ദര്യത്തിന്, കുടുംബത്തിന്, അതുപോലെയുള്ള ദീനിനുള്ളവർക്ക് ഇതിനേക്കാളെല്ലാം ദീനിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൗന്ദര്യം അത് അവരുടെ സ്വഭാവം, അവരുടെ അദബിലാണ്. വലിയ ഇൽമൊന്നും സ്ത്രീകൾക്ക് വേണ്ടിയൊന്നും വരില്ല. വലിയ ഇൽമ് സ്ത്രീകൾക്ക് വേണ്ട ആവശ്യമില്ല. നല്ല അദബുകൾ ഉണ്ടെങ്കിൽ അവൾ ഏറ്റവും നല്ലൊരു ഭാര്യയായിരിക്കും. നമ്മളൊന്ന് ദീനിന്ന് പഴക്കുമ്പോ നമ്മൾ നേരാവണ്ണം പറഞ്ഞു തരാൻ, ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവുമ്പോൾ, നമുക്ക് സഹായമായിട്ട്, നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവുമ്പോ ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന പോലെ. അതുകൊണ്ടാണ് നല്ല ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ആയിഷ ബീവി ഒപ്പം ഉണ്ടായിട്ടും ആ ആയിഷ ബീവിയോട് വൃദ്ധയായ ഖദീജ ബീവിയെ കുറിച്ച് റസൂലുള്ള പറയുന്നത്. അതാണ് സ്ത്രീകളുടെ സൗന്ദര്യം എന്നുള്ളത്. നാം പരിഗണിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ആ സൗന്ദര്യം കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല അദബുകൾ പുലർത്തുന്ന ഒരു സ്ത്രീ എന്നുള്ളത് മറ്റെന്തിനേക്കാൾ പവിത്രമായിരിക്കും. അത് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണിനെ വെച്ച്, സൗന്ദര്യം മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ അവളേക്കാൾ എത്രയോ നല്ല സന്തോഷകരമായ ജീവിതം വരുമായിട്ട് നമുക്ക് ലഭിക്കും. ഇതിനർത്ഥം സൗന്ദര്യമില്ലാത്തവരെ കെട്ടണമെന്നല്ല. യുവാക്കളോട് ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾക്ക് തൃപ്തിപ്പെടണം. പക്ഷേ സൗന്ദര്യത്തിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കേണ്ടത് ഈ പല കാര്യങ്ങളിലൂടെയാണെന്ന് മാത്രം. അൽഹംദുലില്ലാ മിൻ അഖ്താഇൽ അസ്വാജ് എന്നുള്ള വിഷയം നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഷേഖ് ഇത്ര പറഞ്ഞ 32 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. അൽഹംദുലില്ലാ 5 ദർസുകളിലായിട്ട് നമ്മളിത് അവസാനിപ്പിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ദർസ് മുതൽ മിൻ അഖ്താഇസ് സൗജാത്ത്, ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്നത് നമ്മൾ പറയുന്നതായിരിക്കും. എനിക്കറിയാം അധികമായി ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ കേട്ടിട്ടുണ്ടാവുക, ഇതിന്റെ ഓഡിയോ ഒക്കെ കേട്ടിട്ടുണ്ടാവുക അധിക ആളുകളും സ്ത്രീകളായിരിക്കും. കാരണം ഭർത്താക്കന്മാർക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ സ്ത്രീകളോട് പറയുന്നു, നിങ്ങൾ ഭാര്യമാരുടെ അബദ്ധങ്ങളും അതുപോലെ തന്നെ കേൾക്കണം. എന്തിനു വേണ്ടി? നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ മാറ്റാൻ എന്നുള്ള നിയ്യത്തിൽ. ഭർത്താക്കന്മാരോടും പറയാനുള്ളത്, ഇത് മുഴുവൻ കേട്ട ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പരിഹരിക്കുക. ഇവിടെ സൂചിപ്പിക്കാനുള്ള വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ഉണ്ടാക്കി കൊടുത്ത ആദ്യത്തെ ബന്ധം അത് വൈവാഹിക ബന്ധമാണ്. അത് ദുനിയാവിലെ വലിയൊരു ആസ്വാദനമാണ്, നല്ല രീതിയിലാണ്. അല്ലാഹു തആല പറഞ്ഞു നോക്കി, സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോ നിങ്ങളുടെ ഇണകളും കൂടി പ്രവേശിച്ചോളാനാ പറഞ്ഞത്. നിങ്ങളുടെ ഇണകളും കൂടിയിട്ട് പ്രവേശിച്ചോളാനാ പറഞ്ഞത്. അവിടെ വരെ നിലനിൽക്കുന്ന ഒരു ബന്ധമായിട്ട് വൈവാഹിക ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കും. ഈ പറഞ്ഞ അബദ്ധങ്ങളോടൊപ്പം നല്ലൊരു ക്ഷമയും നല്ലൊരു ഹിക്മത്തും ഉണ്ടെങ്കിൽ വളരെയധികം ആസ്വദിച്ചു പോകും. അതല്ല എങ്കിൽ നമ്മുടെ കുടുംബജീവിതം തകർന്നാൽ മറ്റൊരു മേഖലയിലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂല. നമ്മുടെ കച്ചവടത്തിലാവട്ടെ, നമ്മുടെ ദീനി രംഗത്താവട്ടെ വളരെ അസ്വസ്ഥമായിരിക്കും, നമ്മുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പകർത്തുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസ് മുതൽ മിൻ അഖ്താഇസ് സൗജാത്ത്, ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്നുള്ളത് നാം തുടങ്ങുന്നതാണ്. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.